മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ തങ്ങൾ ഒരു സംഭവം, ഒരു അനുഭവം ഉദ്ധരിക്കുന്നത് ഹദീസിൽ കാണാം. ഒരു ദിവസം സ്വഹാബത്ത് ഞങ്ങളെല്ലാവരും നബിയുടെ തിരുമുന്നിൽ മദീന പള്ളിയിൽ ഇരിക്കവേ, ഞങ്ങളെല്ലാവരും ഉണ്ട് പള്ളിയിൽ. വഇൻദഹു അബൂബക്കർ, നബിയോട് തൊട്ടുരുമ്മി തൊട്ടുചാരെ അബൂബക്കർ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അബൂബക്കറിന്റെ വസ്ത്രത്തിന്റെ അവസ്ഥ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പൊട്ടിക്കീറിയ പിന്നിക്കീറിയ വസ്ത്രങ്ങൾ മുള്ളു വെച്ച് പിൻ ചെയ്തിട്ടുണ്ട്. കൊച്ചു കൊച്ചു കമ്പുകൾ വെച്ച് കൂട്ടിയോജിപ്പിച്ച വസ്ത്രങ്ങൾ ഇട്ടാണ് ഏറ്റവും വലിയ കോടീശ്വരനായിരുന്ന അബൂബക്കർ ഞങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്നത് റളിയല്ലാഹു അൻഹു. പിന്നിക്കീറിയ വസ്ത്രം മുള്ളുകളും കമ്പുകളും വെച്ച് പിൻ ചെയ്ത് യോജിപ്പിച്ച് നബിയുടെ തൊട്ടരികിൽ ഇരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആ സമയത്താണ് വാനലോകത്തിന്റെ രാജകുമാരൻ മലക്ക് ജിബ്രായീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് നബി തങ്ങളോട് സലാം പറഞ്ഞു. നബിയോട് സലാം പറഞ്ഞിട്ട് പുന്നാര നബിയോട് ചോദിച്ചു, നബിയെ, എന്താണ് അങ്ങയുടെ ഉറ്റതോഴൻ, വിശ്വാസികളിലെ പ്രഥമൻ, ഈ നാട്ടിലെ പ്രധാനി, വിശ്വാസികളിലെ കാരണവർ അബൂബക്കറിന്റെ വസ്ത്രവും വേഷവും ഒക്കെ എന്തേ ഇങ്ങനെയായി പോയത്? ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് നബിയോട് ചോദിക്കുക, എന്താ നിങ്ങളെ കൂട്ടുകാരന്റെ വസ്ത്രത്തിന്റെ അവസ്ഥയൊക്കെ ഇങ്ങനെ? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള നല്ല മൊഞ്ചുള്ള വസ്ത്രമൊക്കെ അണിഞ്ഞ് നടക്കുന്നത്, എന്തേ അബൂബക്കറിന്റെ കുപ്പായൊക്കെ ഇങ്ങനെ? فقال رسول الله صلى الله عليه وسلم أنفق ماله علي قبل الفتح. മക്ക വിജയത്തിന്റെ മുമ്പ് തന്നെ അബൂബക്കർ മുഴുവൻ ധനവും ദീനിന് വേണ്ടി എന്നെ ഏൽപ്പിച്ചതാണ്, ഒന്നും ബാക്കി വെക്കാതെ. എന്താ മക്ക വിജയത്തിന്റെ മുമ്പ് തന്നു എന്ന് പറഞ്ഞ്? മക്ക വിജയത്തിന് ശേഷം പലരും മുസ്ലിമീങ്ങളായിട്ടുണ്ട്, പലരും ഒരുപാട് ധനം ഇസ്ലാമിന് വേണ്ടി തന്നിട്ടുണ്ട്. പക്ഷെ അതിന് വീര്യം കുറവാണ്. അതിനു മുമ്പ് നിസ്സഹായതയുടെ കാലഘട്ടത്തിൽ, വല്ലാത്ത പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ, ഇല്ലായ്മയുടെ കാലഘട്ടത്തിൽ ആരൊക്കെ ഉള്ളതിനനുസരിച്ച് കൊടുത്തു, അതിന് കുറച്ച് വീര്യം കൂടുതലാണ്. മക്ക വിജയത്തോടുകൂടെ ഫത്ഹായി, എല്ലാവരും ഫ്രീ ആയി, സ്വാതന്ത്ര്യമായി, ഇഷ്ടം പോലെ കയ്യിലായി. പിന്നെ കൊടുക്കുന്ന ലക്ഷത്തിന് ആദ്യം കൊടുക്കുന്ന 1 രൂപയുടെ വില ഉണ്ടാവുള്ളൂ. മക്ക വിജയത്തിന്റെ മുമ്പ് തന്നെ ഈ മനുഷ്യൻ മുഴുവനായി എന്നെ ഏൽപ്പിച്ചതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇപ്പൊ ഞാൻ പുതിയ ആയത്ത് പറഞ്ഞു തരാൻ വേണ്ടിയല്ല വന്നത്, ഈ മനുഷ്യനെ കുറിച്ച് അള്ളാഹുവിന് ചിലത് പറയാനുണ്ട്, അത് അറിയിച്ചു തരാനും പറയാനും മാത്രമാണ് വന്നത്. യാ റസൂലല്ലാഹ് ഫഖറഉഹു മിനല്ലാഹിസ്സലാം, അള്ളാഹുവിൽ നിന്നുള്ള സലാം ആ മനുഷ്യനെ അറിയിക്കുക, സലാം പറയുക. അള്ളാഹുവിന്റെ സലാം ഉണ്ടെന്ന സത്യം അബൂബക്കറിനോടങ്ങ് പറയണം. വഖുല്ലഹു യഖൂലു ലക റബ്ബുക അറാളിൻ അൻത അന്നി ഫീ ഫഖരിക ഹാദാ അം സാഖിതുൻ. നബിയേ, ഞാൻ പോയി കഴിഞ്ഞാൽ അങ്ങ് അബൂബക്കറിനോട് ചോദിക്കണം, റബ്ബിന് ചിലത് ചോദിക്കാനുണ്ട് അബൂബക്കറെ താങ്കളോട്. എന്താണ്? യഖൂലു ലക റബ്ബുക, അങ്ങയുടെ റബ്ബിന്റെ ചോദ്യം, അറാളിൻ അൻത അന്നി ഫീ ഫഖരിക ഹാദാ അം സാഖിതുൻ. എന്താ ചോദിക്കേണ്ടത്? അബൂബക്കറെ, ദീനിലേക്ക് വന്നതിനു ശേഷം താങ്കൾ അനുഭവിക്കുന്ന കഷ്ടതകളും യാതനകളും ദാരിദ്ര്യവും പട്ടിണിയും അതൊക്കെ അനുഭവിക്കുമ്പോൾ എപ്പോഴെങ്കിലും റബ്ബിനോടൊരു വിഷമം തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഈ വിധികളിലൊക്കെ ഒരു പ്രയാസം തോന്നിയിട്ടുണ്ടോ? റബ്ബിനോട് എപ്പോഴെങ്കിലും വെറുപ്പ് തോന്നിയിട്ടുണ്ടോ? അതോ റബ്ബിനോട് ഇപ്പോഴും പൊരുത്തമാണോ? ഇത് ചോദിക്കണം. അള്ളാഹുവിന്റെ സലാം അറിയിച്ചിട്ട് നിങ്ങൾ അബൂബക്കറിനോട് ചോദിക്കേണ്ടത്, ഇതൊക്കെ അനുഭവിക്കുമ്പോൾ ഇതൊക്കെ അനുഭവിക്കുമ്പോൾ എപ്പോഴെങ്കിലും പടച്ചവനോടൊരു പ്രയാസം തോന്നിയിട്ടുണ്ടോ, അതോ സന്തുഷ്ടനാണോ എന്ന് ചോദിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം യാത്ര പറഞ്ഞു പോയി. ഉടനെ സിദ്ദീഖിനോട് സലാമിന്റെ കാര്യം പറഞ്ഞിട്ട് നബി തങ്ങൾ ചോദിച്ചു, യാ അബൂബക്കർ യഖൂലു ലക റബ്ബുക, റബ്ബിന് ചിലത് അങ്ങയോട് ചോദിച്ചറിയാനുണ്ട്, താങ്കളോട് ചോദിച്ചറിയാനുണ്ട്. എന്താണ് എന്റെ റബ്ബിന് എന്നോട് ചോദിക്കാനുള്ളത് നബിയേ?
അറാലിൻ അൻത ഫീ ഫഖരിക ഹാദാ അം സാഖിതുൻ. അബൂബക്കറേ, നിങ്ങൾക്ക് പഴയ കാലത്ത് വലിയ പ്രതാപവും സുഖവും സൗകര്യങ്ങളും ഇഷ്ടം പോലെ പണമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ദീനിൽ വന്നപ്പോൾ അവസ്ഥ തകിടം മറിഞ്ഞല്ലോ, അവസ്ഥ മാറിയല്ലോ. റബ്ബിനോട്, ഈ വിധി മാറ്റിയ റബ്ബിനോട് താങ്കൾക്ക് പൊരുത്തമാണോ അതോ വെറുപ്പാണോ എന്ന് റബ്ബ് ചോദിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അബൂബക്കറേ. ഈ ചോദ്യം കേട്ടപ്പോ അബൂബക്കർ, മഹാനായ ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, നബിയേ, അഅലാ റബ്ബി അസ്ഖതു, അഅലാ അസ്ഖതു. എന്റെ റബ്ബിനോട് ഞാൻ വെറുപ്പ് കാണിക്കുകയോ, എന്റെ റബ്ബിനോട് ഞാൻ കോപിക്കുകയോ, എന്റെ റബ്ബിന്റെ വിധിയിൽ ഞാൻ അവനോട് വെറുപ്പ് പറയുകയോ, വെറുപ്പ് മനസ്സിൽ വെക്കുകയോ? അന അൻ റബ്ബി റാളിൻ, അന അൻ റബ്ബി റാളിൻ. എന്റെ റബ്ബിനോട് അവൻ എന്ത് വിധിച്ചാലും ഞാൻ പൊരുത്തമുള്ളവനാണ് നബിയേ. ഈ പട്ടിണിയല്ല, നീ പഠിച്ചോൻ എന്നെ പട്ടിണി കിട്ടി കൊന്നാലും എനിക്കതിൽ പരാതിയില്ല. ഇതാണ് അബൂബക്കറിന്റെ സ്ഥാനം റളിയല്ലാഹു അൻഹു. ഈ സ്ഥാനം ഇല്ലെങ്കിലും ഇതിന്റെ അടുത്ത സ്ഥാനമൊക്കെ എനിക്കും നിങ്ങൾക്കും മേടിച്ചെടുക്കാൻ പറ്റും. ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇട്ട് തരുമ്പോൾ അത് പടച്ചോന്റെ വിധിയല്ലേ, അവൻ എൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇപ്പൊ എന്നെ ഒന്ന് കഷ്ടപ്പെടുത്തുകയാണ് എന്ന ബോധത്തോടുകൂടെ പിടിച്ചു നിൽക്കണം എന്ന പാഠമാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എത്രയെത്ര ഹദീസുകൾ ഈ വിഷയകമായി അള്ളാഹുവിന്റെ വിധിയിലുള്ള സംതൃപ്തിയെക്കുറിച്ച്, ആ സംതൃപ്തിയുടെ മാഹാത്മ്യം വിളിച്ചോതുന്ന എത്രയെത്ര നബിവചനങ്ങൾ തീരൂല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ റളിയ മിനല്ലാഹി തആല ബിൽ ഖലീലി മിനർ റിസ്ഖ്. വിഭവങ്ങൾ ചുരുക്കി അല്ലാഹു ഒരുത്തനെ പരീക്ഷിക്കുമ്പോൾ, പണം കുറവ്, ഭക്ഷണം കുറവ്, വാഹനം കുറവ്, ഉദ്ദേശിച്ച പോലെ ജീവിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ വിഭവങ്ങൾ ചുരുക്കി അല്ലാഹു പരീക്ഷിച്ചപ്പോ അവിടെ പൊരുത്തത്തോടെ പിടിച്ചു നിന്ന മനുഷ്യൻ, എനിക്ക് കുഴപ്പമില്ല, അള്ളാഹ് വിധിച്ചതല്ലേ കിട്ടുള്ളൂ, ഞാൻ തുള്ളിയിട്ട് കാര്യമുണ്ടോ, ഞാൻ അധ്വാനിക്കണം, ഞാൻ തൊഴിലിന് പോകണം, ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യണം, പിന്നെ അള്ളാഹ് തരുന്നത് ഏൽപ്പിക്കുന്നതല്ലേ കിട്ടുള്ളൂ, എനിക്ക് പരാതിയില്ല, ഇങ്ങനെ സന്തോഷത്തോടെ ജീവിച്ച മനുഷ്യൻ റളിയല്ലാഹു തആല മിൻഹു ബിൽ ഖലീലി മിനൽ അമൽ. ഈ മനുഷ്യൻ മരിച്ചു ചെന്നാൽ നന്മ തിന്മകൾ തൂക്കി നോക്കുമ്പോ ഈ മനുഷ്യന്റെ സുഹൃതങ്ങൾ, സ്വാലിഹായ അമലുകൾക്ക് കുറവുണ്ടെങ്കിൽ റളിയല്ലാഹു തആല മിൻഹു ബിൽ ഖലീലി മിനൽ അമൽ, ഞാൻ കുറച്ച് തന്നപ്പോ ദുനിയാവിൽ നീ പൊരുത്തപ്പെട്ടു നിന്നല്ലോ, അതുകൊണ്ട് നിന്റെ രേഖയിൽ നീ ചെയ്ത കർമ്മങ്ങളിലും കുറവുണ്ട്, ഞാൻ പൊരുത്തപ്പെട്ടോളാം, ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെട്ടോളാം എന്ന് അല്ലാഹു പറയുമെന്ന് ഖാല റസൂലുള്ളാഹി. മനസ്സിലാകുന്നില്ലേ നിങ്ങൾക്ക്? നമ്മൾ ഈ ചെയ്തു കൂട്ടുന്നതൊക്കെ പാഴായി പോകുന്ന, തകർന്നു പോകുന്ന, നിഷ്ഫലമായി പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർമ്മങ്ങളുടെ പിറകിലുണ്ടാകുക. ഇത് ചില ആളുകൾ ഇഷ്ടം പോലെ സുന്നത്തായ ഔറാദുകളും കർമ്മങ്ങളും പെരുപ്പിക്കുന്നു, വർദ്ധിപ്പിക്കുന്നു, എന്നിട്ട് ഇതൊക്കെ തകർത്ത് കളയുന്ന ദുസ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും അതിന്റെ പിറകിൽ ചെയ്യുന്നു. വേറെ ഒരാള് കുറച്ചൊക്കെ ചെയ്യുള്ളൂ, ഫർദിന്റെ പുറമെ അങ്ങനെ പുണ്യം ചെയ്യാനൊന്നും അയാൾ പോകൂല. പക്ഷേ അള്ളാഹ്ക്ക് പൊരുത്തമുള്ള അവസ്ഥയിൽ ആ മനുഷ്യന്റെ കൽബിനെ അയാൾ പാകപ്പെടുത്തി വെച്ചാൽ ഉള്ളതെല്ലാം അവിടെ തന്നെ ഉണ്ടാകും, ഉള്ള കർമ്മങ്ങളൊന്നും കേടുപറ്റാതെ അവിടെ തന്നെ ഉണ്ടാകും. എന്ന് മാത്രല്ല, റബ്ബ് പറയും, എന്നെ നീ പൊരുത്തപ്പെട്ടല്ലോ, നിനക്ക് ദുന്യാവിൽ തരുന്നിടത്തൊക്കെ ഞാൻ കുറച്ച് പിശുക്കി ഞാൻ കൺട്രോൾ ചെയ്താ തന്നത്, അപ്പൊക്കെ നീ പൊരുത്തപ്പെട്ട് സന്തോഷത്തോടെ നിന്നല്ലോ, അതുകൊണ്ട് നിന്റെ കർമ്മങ്ങൾ കുറഞ്ഞതിൽ എനിക്ക് പരാതിയില്ല. റളീതു ബിഹി, ഉള്ളതിൽ ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു, നിനക്ക് ഉന്നതമായ സ്ഥാനം ഞാൻ തരാൻ തീരുമാനിച്ചിരിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പുന്നാര നബി തുടർന്ന് പറയുന്നു, യാ മഅ്ശറൽ ഫുഖറാ, കഷ്ടപ്പാടനുഭവിക്കുന്ന ജനങ്ങളെ, ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങളെ, രോഗത്തിൽ കഷ്ടപ്പെടുന്ന ജനങ്ങളെ, സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളെ, യാ മഅ്ശറൽ ഫുഖറാ അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന എല്ലാവരെയും വിളിക്കുന്നു അവിടുന്ന്.
നിങ്ങൾ ഈ കഷ്ടപ്പാടെല്ലാം അനുഭവിക്കുമ്പോഴും ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് അള്ളാഹുവിനോടുള്ള പൊരുത്തം ഇങ്ങ് പുറത്തു വരട്ടെ. ആരെപ്പതിന് കിട്ടുക? ആരെ കിട്ടുക? കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കുമ്പോ നിങ്ങളുടെ ഖൽബുകളിൽ നിന്ന് പടച്ചവനോടുള്ള പൊരുത്തം ഇങ്ങ് പുറത്തു വരട്ടെ. എങ്ങനെയാ വരിക? എങ്ങനെയത് വരിക? മുസീബത്ത് വരുമ്പോ ക്ഷമിച്ചുകൊണ്ടും ഈമാനിന്റെ കരുത്തനുസരിച്ചുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ടും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ നാവുകൊണ്ട് പറയൽ മാത്രമല്ല, ആ ബോധ്യവും ഞങ്ങളൊക്കെ അള്ളാന്റെതാ, അള്ളാഹുവിലേക്ക് തിരിച്ചു പോകും, അള്ള തന്നതൊക്കെ കിട്ടും, അള്ള തിരിച്ചു മേടിക്കുന്ന സമയത്ത് അതൊക്കെ തിരിച്ചു പോകും, ഞാനും പോകും, ഞങ്ങളും പോകും. ഈ ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ തൃപ്തിപ്പെടല്ലാതെ മാർഗം ഉണ്ടാവുമോ? കഷ്ടതകൾ അനുഭവിക്കുന്നവരെ റബ്ബിനോടുള്ള പൊരുത്തം ഹൃദയത്തിൽ നിന്നങ്ങ് പുറത്തു വരട്ടെ, പ്രകടമാകട്ടെ. എന്നാൽ എന്നാൽ എന്താ അറിയോ നേട്ടം? ഈ കഷ്ടതകൾക്കുള്ള അർഹമായ പ്രതിഫലം കൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാനാകും. അള്ളാഹു ഒരു മനുഷ്യനെ രോഗം കൊണ്ട് കഷ്ടപ്പെടുത്താൻ തീരുമാനിച്ചാൽ കഷ്ടപ്പെടുക തന്നെ ചെയ്യൂലേ? അള്ളാഹു ദാരിദ്ര്യം കൊണ്ട്, സാമ്പത്തികമായ പ്രയാസം കൊണ്ട് ഒരാളെ കഷ്ടപ്പെടുത്താനും പരീക്ഷിക്കാനും തീരുമാനിച്ചാൽ ആ പരീക്ഷണം വരെന്നെ ചെയ്യും. വരൂലേ? വരും. പിന്നെ ഇത് ഉള്ളത് നേട്ടമാക്കി എടുക്കാൻ ഒരു മാർഗമുണ്ട്. അല്ലെങ്കിൽ ഇവിടെയും ദുരന്തം ആഖിറത്തിലും ദുരന്തം, രണ്ടും തകർക്കുന്ന മറ്റൊരു വഴിയുണ്ട്. കഷ്ടതകൾ അനുഭവിക്കുന്നവരെ റബ്ബിനെ നോക്കിക്കൊണ്ട്, റബ്ബിനെ അറിഞ്ഞുകൊണ്ട് സന്തോഷിച്ചോളൂ. എങ്കിൽ ആ സന്തോഷം കൊണ്ട്, ആ സഹനം കൊണ്ട് മാത്രം നിങ്ങൾക്ക് ആഖിറത്തിൽ വിജയിക്കാം. അപ്പൊ ഇവിടെ കഷ്ടപ്പെട്ടതിന് അവിടെ അതിന്റെ ഇരട്ടി സുഖവും സൗഖ്യവും അള്ളാഹു തരും. എന്നാലോ ഇവിടെ അക്ഷമനായിക്കൊണ്ട് റബ്ബിന്റെ ആ വിധിയെയും തീരുമാനത്തെയും ചോദ്യം ചെയ്താലോ ഇവിടെയും പോയി അവിടെയും പോയി. ഒരു ഹദീസിൽ കാണാം, മഹാഭാഗ്യവാന്മാർ ആരെന്ന് വിശദീകരിച്ച ഭാഗത്ത് കോടിക്കണക്കിന് രൂപ കയ്യിലുള്ളവരല്ല, ഇഷ്ടം പോലെ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരല്ല, സ്വർഗത്തിലേക്ക് അങ്ങ് പാസ് മാർക്ക് നേടിയവരല്ല, മുഅ്മിനായി മരിച്ചവർ അല്ല. ഏറ്റവും വലിയ മഹാഭാഗ്യവാന്മാർ ആര് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിക്കുന്നുണ്ട്. ഇദാ കാന യൗമുൽ ഖിയാമ, ലോകാവസാനം സംഭവിച്ചു കഴിഞ്ഞാൽ, അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ, അന്ന് ഒരേ ഒരു മാലിക്കേ ഉള്ളൂ, അന്നൊരേ ഒരു അധികാരിയേ ഉള്ളൂ. അതാണ് മാലിക് യൗമിദ്ദീൻ. ഫാത്തിഹയിൽ നാം ചൊല്ലാറുള്ള ആയത്ത്, വിചാരണ ദിവസത്തിന്റെ ഉടമസ്ഥൻ. അന്ന് ഒരു ഉടമസ്ഥനേ ഉള്ളൂ. ആ ദിനത്തിൽ അംബതല്ലാഹു തആല ലിത്വായിഫത്തിൻ മിൻ ഉമ്മത്തി അജ്നിഹതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ശ്രദ്ധിച്ചു കേട്ടോ, ഖിയാമത്ത് നാൾ വന്നാൽ അംബതല്ലാഹു തആല ലിത്വായിഫത്തിൻ മിൻ ഉമ്മത്തി അജ്നിഹതൻ, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു ഗ്രൂപ്പിന്, ഒരു വിഭാഗം ആളുകൾക്ക് അല്ലാഹു ചിറക് മുളപ്പിക്കും. ഇതൊരു ആലങ്കാരിക പ്രയോഗമാകാം, അല്ലാതിരിക്കാം. എന്താണ് അതിന്റെ ആശയം എന്ന് പൂർണ്ണമായി നമുക്കറിയില്ല. പക്ഷിയെപ്പോലെ ചിറക് മുളച്ച് വരികയാണോ, അതോ ഇതൊരു ആലങ്കാരിക പ്രയോഗം ഉദ്ദേശിച്ചിടത്തേക്ക് അങ്ങ് തടസ്സമില്ലാതെ എത്തിപ്പെടാനുള്ള സ്വാതന്ത്ര്യത്തിന് പ്രയോഗിച്ചിരിക്കുന്ന പ്രയോഗമാണോ? ഇമാം ഗസാലി റഹിമഹുല്ല പല സ്ഥലത്തും പറയുന്നുണ്ട്, ഖുർആനും സുന്നത്തും ഒക്കെ ഹദീസൊക്കെ പല സ്ഥലത്തും തംസീലുകളാണ്, അംസാലുകളാണ്, ഉപമകളാണ് ഉള്ളത്. അങ്ങനെ മനസ്സിലാക്കരുത്. സെയ്ദ് ഒരു പുലിയാണെന്ന് പറഞ്ഞാല് പുലിക്കുള്ളത് പോലെ 4 കാലും വാലുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചാൽ വലിയ അബദ്ധാണല്ലത്. ഇതുപോലെ ഖുർആൻ പല സ്ഥലത്ത് ഉപമകളും ഉദാഹരണങ്ങളാണ്. അവിടെ തെറ്റിദ്ധരിക്കരുത് എന്ന് ഇമാം ഗസാലി റഹിമഹുല്ല പല ഭാഗത്തും പറഞ്ഞത് ഞാൻ വായിച്ചത് ഓർക്കുക. ഏതായാലും എന്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗത്തിന് അല്ലാഹു ചിറക് മുളപ്പിക്കും.
ഫയതീറൂന മിൻ ഖുബൂരിഹിം ഇലൽ ജിനാൻ, അവരവരുടെ ഖബറിടങ്ങളിൽ നിന്ന് നേരെ ഒരു പറക്കലാണ് സ്വർഗ്ഗലോകത്തേക്ക്. ഫയതീറൂന മിൻ ഖുബൂരിഹിം ഇലൽ ജിനാൻ, ആ മഹാഭാഗ്യവാന്മാർ അവരുടെ ഖബറിടങ്ങളിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് ഒറ്റ പറക്കലാണ്, ഒരു തടസ്സവുമില്ലാതെ. എന്നിട്ട് ഫയസ്തരിഹൂന ഫീഹാ വയതനഅമൂന ഫീഹാ ബിമാ ശാ, സ്വർഗലോകത്തെത്തിയ ആളുകൾ, പറവകളെ പോലെ പറന്നെത്തിയ ആളുകൾ അവിടെ സന്തോഷിക്കുന്നു, അവിടെ ആഹ്ലാദിക്കുന്നു, അവിടെ വളരെ സുഖത്തിലും ക്ഷേമത്തിലും കഴിഞ്ഞുകൂടുന്നു. ബിമാ ശാ, അവർക്ക് എന്ത് തോന്നിയോ അതുപോലെയാണ് അവർ സ്വർഗത്തിൽ കഴിയുന്നത്. ഈ കാഴ്ച കണ്ടിട്ട് ഫതഖൂലു ലഹുമുൽ മലായിക, സ്വർഗത്തിന്റെ പാറാവുകാരായ മാലാഖമാർ ഈ മനുഷ്യരോട് ചോദിക്കുന്നതാണ്, ഹൽ റഅയ്തുമുൽ ഹിസാബ, റബ്ബിന്റെ കോടതിയിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഹൽ റഅയ്തുമുൽ ഹിസാബ, നിങ്ങൾ വിചാരണ നേരിട്ടുവോ? നിങ്ങളെ വിചാരണ കഴിഞ്ഞോ? ഫയഖൂലൂൻ മാ റഅയ്നാ ഹിസാബ, ഞങ്ങൾക്ക് വിചാരണ കാണാൻ തന്നെ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടല്ലേ ഞങ്ങൾ വിചാരണ ചെയ്യപ്പെടാൻ? ഞങ്ങൾ വിചാരണ കണ്ടിട്ടേ ഇല്ല. എത്ര ഹദീസിലുണ്ട്, ഒരു വിഭാഗം മഹാഭാഗ്യവാന്മാർക്ക് അല്ലാഹു വിചാരണ പോലും ഉണ്ടാവില്ല. ഇത് അവരെ വിചാരണ ചെയ്യാതെ, വഴിയിൽ ഒരു സ്ഥലത്തും നിർത്താതെ, വലിയ വലിയ എയർപോർട്ടിലൊക്കെ VVIP വന്നാല് അവരെ ശരീരം പരിശോധിക്കുക, ബാഗോ ബാണ്ടക്കെട്ടോ പരിശോധിക്കുകയും ചെയ്യൂലല്ലോ. അത് ചെയ്യുന്ന അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ. അവിടെ പ്രധാനമന്ത്രി പോയാലും തുണി അഴിച്ച് പരിശോധിക്കും, അല്ലേ? വലിയ വലിയ ആളുകൾ, മുഖറബുകൾ, അവർക്ക് അവിടെ ബ്ലോക്കില്ല, തടസ്സമില്ല. ഇവരോട് മലക്ക് ചോദിക്കും, ഹൽ റഅയ്തുമുൽ ഹിസാബ, വിചാരണ നിങ്ങൾ അഭിമുഖീകരിച്ചുവോ? വിചാരണ നിങ്ങൾ നേരിട്ടുവോ? അവര് പറയുന്നത് മാ റഅയ്നാ ഹിസാബ. മാലാഖമാരുടെ അടുത്ത ചോദ്യം, ഹൽ ജസൈതും സിറാത്ത, നിങ്ങൾ നരകത്തിന്റെ മീതെ നാട്ടപ്പെട്ട സിറാത്തിലൂടെ നിങ്ങൾ വിട്ടുകടന്നാണോ സ്വർഗത്തിലെത്തിയത്? നിങ്ങൾ പാലം കടന്നാണോ ഇവിടെ എത്തിയത്? ഫയഖൂലൂൻ മാ റഅയ്നാ സിറാത്ത, അതിന് ഞങ്ങളൊരു പാലം കാണണ്ടേ, എന്നിട്ടല്ലേ അതിന്റെ മീതെ നടക്കൽ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫതഖൂലുൽ മലായിക, മലക്കുകൾ ചോദിക്കുന്നത് എന്താ? പിന്നെ അടുത്ത ചോദ്യം, ഹൽ റഅയ്തും ജഹന്നം, നിങ്ങൾ ജഹന്നം കണ്ടുവോ? വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, അല്ലേ? കാന അലാ റബ്ബിക ഹത്മൻ മഖദിയ. ഖുർആൻ അതാണ് പറഞ്ഞത്. എല്ലാവരും അതിന്റെ മുന്നിൽ ഒന്ന് കൊണ്ടുവന്ന് നിർത്തും, എന്നിട്ട് ആ സ്വർഗത്തിലാക്കുള്ളൂ. അപ്പൊ സ്വർഗത്തിന്റെ വില അറിയുള്ളൂ. എല്ലാവർക്കും കൊടുന്ന് കാണിച്ചു കൊടുക്കുന്ന ഖുർആൻ പറയുന്നത്. വമാമിൻ നഅമിൻ ഇല്ലാ വഖദ് ഹുസാ എന്ന് ഉസൂലിൽ പറഞ്ഞതുപോലെ ഇതെല്ലാവർക്കുള്ള വിധിയായി അള്ളാഹു പറഞ്ഞിട്ട് ചില ആളുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കുക. ഇവരോട് ചോദിക്കുന്നത്, മലക്കുകൾ ചോദിക്കുന്നത്, സ്വർഗത്തിലൂടെ പാറിപ്പറക്കുന്ന ഭാഗ്യവാന്മാരോട് ചോദിക്കുന്നത്, ഹൽ റഅയ്തും ജഹന്നം, നിങ്ങൾ നരകാഗ്നി കണ്ടുവോ? അല്ലാഹു ധിക്കാരികൾക്ക് ഒരുക്കിയ ഭവനം നിങ്ങൾ കണ്ടുവോ എന്ന് ചോദിക്കുമ്പോ ഇവർ പറയുന്നത്, ഫയഖൂലൂൻ മാ റഅയ്നാ ശൈആ, നിങ്ങൾ ഈ ചോദിക്കുന്ന ഒന്നും ഞങ്ങൾ കണ്ടിട്ടേയില്ല. ഞങ്ങളുടെ ബർസഖി ലോകത്തു നിന്ന്, ഖബറിടങ്ങളിൽ നിന്ന് നേരെ ചൊവ്വേ ഇങ്ങോട്ട് പറന്നെത്തിയവരാണ്. ഇത് പറഞ്ഞപ്പോ അപ്പൊ മലക്കുകളുടെ ചോദ്യം, മിൻ ഉമ്മത്തിൻ മൻ അൻതും, നിങ്ങൾ ഏത് സമുദായക്കാരാ, ആരാണ് നിങ്ങൾ? ഫയഖൂലൂൻ, അവരുടെ മറുപടി, മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അന്ത്യപ്രവാചകന്റെ പടയണികളാണ്, ഞങ്ങൾ അന്ത്യപ്രവാചകന്റെ അനുയായികളാണ്, ആ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. മലക്കുകൾക്ക് സന്തോഷം, അവർ അഭിവാദ്യമർപ്പിക്കും, അവർ സ്വാഗതമരുളും, അവർ സന്തോഷങ്ങൾ പറയും. പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മുടെ പോയിന്റ്. അപ്പൊ ഇതൊക്കെ ഈ മനുഷ്യന്മാർക്ക് കിട്ടിയത് എന്തുകൊണ്ടാന്ന് കൂടെ പഠിക്കണല്ലോ. ഈ ഹദീസിന്റെ അവസാന ഭാഗം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. ഈ ഭാഗ്യം എങ്ങനെ ഇവർക്ക് കിട്ടിയത്? മലക്കുകൾ സ്വർഗത്തിലെ പറവകളായ ആളുകളോട് ചോദിക്കുന്നത്,
മാ കാനത് അഅമാലുകും ഫിദ്ദുനിയാ. ഇവിടെ ശ്രദ്ധിക്കൂ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ. മലക്കുകൾ ചോദിക്കുന്നത് മാ കാനത് അഅമാലുകും ഫിദ്ദുനിയാ, ദുനിയാവിലെ ജീവിതത്തിൽ പരീക്ഷണത്തിന്റെ ലോകത്ത് നിങ്ങളുടെ കർമ്മങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞങ്ങളൊന്ന് കേട്ടോട്ടെ. നിങ്ങളുടെ അമലുകൾ എന്തൊക്കെയൊന്ന് പറഞ്ഞു തരൂ, അത് നിങ്ങളൊന്ന് പ്രഖ്യാപിക്കൂ. ഫയഖൂലൂൻ, അവർ പറയും, ഖസ്ലതാനി കാനത് ഫീനാ ഫബലഗ്നാ ഹാദിഹിൽ മൻസില ബിഫളില്ലാഹി വബിറഹ്മതിഹി. ഖസ്ലതാനി, ഞങ്ങളുടെ കർമ്മമാണോ നിങ്ങൾക്ക് കേൾക്കേണ്ടത്? ഖസ്ലതാനി, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു ഞങ്ങളുടെ കൈമുതൽ. ഖസ്ലതാനി കാനതാ ഫീനാ, ആ രണ്ട് കാര്യങ്ങളും ഞങ്ങളിൽ എല്ലാവരിലും ഉണ്ടായിരുന്നു. എന്താണ്? ഫബലഗ്നാ ഹാദിഹിൽ മൻസില ബിഫളില്ലാഹി വബിറഹ്മതി. ഈ രണ്ട് കാര്യം മുഖേനയാണ് അല്ലാഹു അവന്റെ ഔദാര്യത്താൽ ഈ ഉന്നത സ്ഥാനം ഞങ്ങൾക്ക് തന്നത്. ആ രണ്ട് കാര്യം മുഖേനയാണ് അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ഫയഖൂലൂൻ, മലക്കുകൾ തുടർന്ന് ചോദിക്കുന്നു, വമാഹുമാ, ആ രണ്ടു കാര്യം ഏതാണ്? ആ രണ്ട് കാര്യം കൊണ്ടാണല്ലോ നിങ്ങൾക്ക് വിചാരണയിൽ നിന്ന് രക്ഷ കിട്ടിയത്, ഒഴിവ് കിട്ടിയത്. ആ രണ്ട് കാര്യം കൊണ്ടാണല്ലോ സിറാത്തിലൂടെ വിട്ടുകടക്കാതെ നിങ്ങൾ സ്വർഗത്തിലെത്തിയത്. ആ രണ്ട് കാര്യം കൊണ്ടാണല്ലോ നരകം ഒന്ന് കാണുക പോലും ചെയ്യാതെ നിങ്ങൾ സ്വർഗത്തിലെത്തിയത്. വമാഹുമാ, ആ രണ്ടു കാര്യങ്ങൾ ഏതാണ്? ആ സമയത്ത് ഫയഖൂലൂൻ, അവർ പറയുന്നത്, കുന്നാ ഇദാ ഖലൗനാ നസ്തഹി അൻ നഅസിയല്ലാഹ്. ഞങ്ങൾ ഒറ്റക്കാകുമ്പോൾ, വിജനതയിലാകുമ്പോൾ, ആരും ഞങ്ങളെ ശ്രദ്ധിക്കാത്ത സമയത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ, ലാ നുഅസില്ലാഹ്, റബ്ബിനോട് ഒരു എതിരും ഞങ്ങൾ പ്രവർത്തിക്കില്ല. റബ്ബിന് വെറുപ്പുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങൾക്ക് ബഹുജന സമക്ഷം ഒരു മുഖവും, രഹസ്യ ജീവിതത്തിൽ വേറെ ഒരു മുഖവും ഇല്ല. ഞങ്ങൾ ഒറ്റക്കാകുമ്പോൾ ഈ റബ്ബ് ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോഴേക്ക് ഞങ്ങൾക്ക് നസ്തഹി, നാണം തോന്നും. കാരണം എന്താ? പടച്ചവൻ ഞങ്ങളിലേക്ക് നോക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ കാണാൻ. പരസ്യമായി മാന്യനും രഹസ്യമായി തെമ്മാടിയും അല്ല ഞങ്ങൾ ഒറ്റക്കാകുമ്പോഴും പടച്ചവനെ ഓർക്കുന്നവരാണ് എന്ന് സാരം. രണ്ടാമത്തെ കാര്യം, നർലാബിൽ യസീരി മിമ്മാ ഖുസ്സിമ ലനാ, പടച്ച തമ്പുരാൻ ഞങ്ങൾക്ക് വിധിച്ചത് എന്തായാലും, ഏതായാലും, കുറവായാലും കൂടുതലായാലും, ആരോഗ്യമായാലും രോഗമായാലും, ക്ഷേമമായാലും ക്ഷാമമായാലും, സന്തോഷമായാലും ദുഃഖമായാലും, നിർലാ റബ്ബനാ, ഞങ്ങളുടെ റബ്ബിനെ ഞങ്ങൾക്ക് പൊരുത്തമായിരുന്നു. വിധിയിൽ ഞങ്ങൾ പൊരുത്തപ്പെട്ട് ജീവിച്ചവരാണ്. ഈ രണ്ട് പ്രത്യേകതയാണ് ഞങ്ങൾക്കുള്ളത് എന്നു മലക്കുകളോട് ഈ സ്വർഗീയ ആരാമത്തിൽ കളിക്കുന്ന മഹാന്മാർ പറയുമ്പോ, മലക്കുകളുടെ ഭാഗത്ത് നിന്നും മറുപടി, ഇങ്ങനെയാണ് നിങ്ങൾ പരീക്ഷണ ലോകമായ ഭൂമിയിൽ ജീവിച്ചതെങ്കിൽ നിങ്ങൾ ഈ സ്ഥാനത്തിന് അർഹർ തന്നെ, നിങ്ങൾ ഈ പദവിക്ക് യോജിച്ചവർ തന്നെ. പ്രിയപ്പെട്ടവരെ, മുഹിബ്ബീങ്ങളിൽ നാം പെടണ്ടേ? അള്ളാഹിനോട് സ്നേഹമുണ്ട് ഇത് പ്രഖ്യാപിച്ചാൽ പോരല്ലോ. എൻ്റെ ജീവിതവും മരണവും എൻ്റെ സകലമാന പ്രവർത്തനങ്ങളും ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് വാഗൊണ്ട് പറഞ്ഞാൽ പോരല്ലോ. ആ പടച്ചവനെ ഉള്ളറിഞ്ഞുകൊണ്ട് അവനെ സ്നേഹിക്കണമല്ലോ, അവൻ്റെ സ്നേഹം തിരിച്ചു കിട്ടണമല്ലോ. അങ്ങനെ പരലോകത്ത് ഹിസാബ് കൂടാതെ സ്വർഗത്തിലെത്തണമല്ലോ. സർവോപരി റബ്ബിൻ്റെ ആ ലിഖാ അത് നമുക്ക് ലഭിക്കണമെങ്കിൽ ആദ്യം എൻ്റെ സ്വന്തത്തോടും പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും റബ്ബിൻ്റെ ഖളാ ഖദറുകളിൽ പൊരുത്തപ്പെടുക. ഇതൊരു വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് അള്ളാഹുവിൻ്റെ വിധി. അത് ആ വിഷയത്തെക്കുറിച്ച് മഹാന്മാരൊക്കെ ഒരുപാട് പേജുകൾ നീണ്ട ചർച്ച. ഇതര മതസ്ഥർ ദൈവീക വിധിയെക്കുറിച്ച് എന്തു പറയുന്നു? ഹൈന്ദവർക്ക് ഇതിലൊരു കാഴ്ചപ്പാടുണ്ട്, ക്രിസ്ത്യാനികൾക്ക് മറ്റൊരു കാഴ്ചപ്പാടുണ്ട്.
പരിശുദ്ധ ദീനിന്റെ വക്താക്കളായ നാം വിധിയെക്കുറിച്ച് എന്താ പറയുന്നത്? നന്മയും തിന്മയും ഒക്കെ റബ്ബിന്റെ വിധിയാണെങ്കിൽ കള്ളുകുടിയും റബ്ബിന്റെ വിധിയല്ലേ? ആണ്. തെമ്മാടിത്തരം റബ്ബിന്റെ വിധിയല്ലേ? അതിലും പൊരുത്തപ്പെടേണ്ടി വരുമല്ലോ. വിധി എന്ന നിലയിൽ അതിലും പൊരുത്തപ്പെടേണ്ടി വരും. പക്ഷെ അവിടെ കുറച്ച് പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് നന്നായി മനസ്സിലാക്കണം. നമ്മുടെ ഈമാനിന്റെ പൂർണ്ണതക്ക് അനിവാര്യമായ ഒരു വിഷയം കൂടിയാണ് ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തെ കാര്യമാണല്ലോ. അതിലൊക്കെ വിശ്വസിച്ചു എന്ന് ഞാനും നിങ്ങളും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് അള്ളാന്റെ ഇടപെടല്? എന്താണ് അള്ളാന്റെ വിധി? അള്ളാന്റെ ഖൈറും ഷർറും എങ്ങനെയാണ് വരുന്നത്? മനുഷ്യൻ എത്രയാണ് അതിലുള്ള സ്വാതന്ത്ര്യം? എങ്ങനെയാണ് ഇതിനെ പൊരുത്തപ്പെടേണ്ടത്? ഇൻഷാ അല്ലാഹ് 1-2 ആഴ്ച കൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിച്ച് അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു മുഹിബ്ബീങ്ങളുടെ സ്ഥാനവും പദവിയും നമുക്ക് പ്രദാനം ചെയ്യട്ടെ.